നമസ്കാരം. പണം എത്രയുണ്ടെങ്കിലും കയ്യിൽ നിൽക്കുന്നില്ല. പണം കയ്യിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതിന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ പണം സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ പണം നിങ്ങൾക്ക് ജോലിയിലൂടെയോ ബിസിനസ്സിലൂടെയോ പണം സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഈ പണത്തെക്കുറിച്ച്, സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് എനിക്കായാലും നിങ്ങൾക്കായാലും നമുക്ക് എല്ലാവർക്കും ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന പണത്തിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവണം. ഇനി നമുക്ക് പണത്തിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ലെങ്കിൽ ഈ സാമ്പത്തിക ശാസ്ത്രം ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആരുടെയെങ്കിലും ഒരു അഡ്വൈസ് നമ്മൾ എടുക്കാം. എന്നിട്ട് നമുക്കിവിടെ അറിയാം, ചെലവ് കുറവും വരവ് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണം നിലനിൽക്കും. പക്ഷെ ഇവിടെ ചെലവ് കുറവാണ്, പണമൊക്കെ ധാരാളം വരുന്നുണ്ട്, എന്നിട്ടും ചിലവരുടെ കയ്യിൽ പണം നിലനിൽക്കുന്നില്ല. അപ്പം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു അടിത്തറ നമ്മൾ എല്ലാവരും പഠിച്ചാൽ, എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും നിലനിർത്താൻ സാധിക്കും. അതിനുള്ള ശ്രമങ്ങളും കൂടെ നമുക്ക് നടത്താം. ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ് എന്ന് വിചാരിക്കാം. ഒരു ജോലിയുള്ളൂ, ഒരു വരുമാനമുള്ളൂ എന്നുള്ളൊരു വ്യക്തിക്ക് ആ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം മാറ്റി വയ്ക്കാനോ ചിലപ്പോൾ അത് സേവ് ചെയ്യാനോ സാധിച്ചു എന്ന് വരുന്നതല്ല. എങ്കിലും ആ കിട്ടുന്ന പണം മുഴുവനും മാസം അവസാനമാകുമ്പോൾ ചിലവായി, പിന്നെ അടുത്ത മാസം ശമ്പളം നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. സാധാരണക്കാരൊക്കെ ഒന്ന് ചെയ്യുന്നതും അതൊക്കെ തന്നെയാണ്. നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തന്നെ അതിനൊരു മാർഗ്ഗരേഖ ഉണ്ടാക്കുക. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക വരുമാനമായിട്ട് മാസം ശമ്പളമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നവർക്ക് നിശ്ചിത തുക എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ചില മാസം കൂടിയിരിക്കും, ചില ദിവസം കൂടിയിരിക്കും, ചില ദിവസം കുറഞ്ഞിരിക്കും, ചില മാസം കുറഞ്ഞിരിക്കും, ചില മാസം കൂടിയിരിക്കും. അവരുടെ തുക ഒരിക്കലും നിശ്ചിതമായിരിക്കില്ല. എങ്കിലും നല്ല സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്ന, എക്കണോമിക്കൽ ഇതറിയാവുന്ന ആളുകളാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവർ നിശ്ചിത മാസത്തിൽ കൂടുതൽ തുകകൾ മാറ്റി വെച്ചൊരു നിശ്ചിത തുകയാണ് അവരുടെ വരുമാനം എന്ന് അവർ കണക്കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നിശ്ചിത തുക വരുമാനമുള്ള ഒരു ബിസിനസ്സുകാരനോ ഒരു ജോലിക്കാരനോ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടുന്ന തുകയിൽ നിന്ന്, ചിലവർ പറയും ഇത് മൊത്തം ലോണാണ്, ബാങ്ക് ലോണ്, കുട്ടികളുടെ ബിസിനസ് ലോണ്, അത് ലോണ്, എഡ്യൂക്കേഷൻ ലോൺ, ഇങ്ങനെ ഒരുപാട് ലോണുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും കയ്യിൽ കിട്ടാനില്ല, ഈ കിട്ടുന്നത് കൊണ്ട് ഒന്നും ആവാനില്ല. അപ്പോൾ ഇപ്പുറത്തുനിന്ന് നമ്മൾ കുറേശ്ശെ കടം വാങ്ങിക്കാൻ തുടങ്ങും. ഇങ്ങനെ കടം വാങ്ങിച്ച് പുറത്തുനിന്നുള്ള കടങ്ങളൊക്കെ കൂടി പലിശക്കടായി, ബാങ്കിൻ്റെ കട അവിടെ കിടക്കുന്നു. അപ്പോൾ ഒട്ടും തന്നെ പണമൊന്നും കയ്യിൽ നിൽക്കുന്നില്ല. കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. എല്ലാവർക്കുള്ള പരാതിയാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് വരെ, ഇപ്പോൾ വരെ, ഈ നിമിഷം വരെ നമുക്ക് ഒരുപാട് ബാധ്യതകളും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട്. നമ്മൾ ഒരുപാട് പേർക്ക് പണം കൊടുക്കാനുണ്ട്, നമ്മൾ ഒരുപാട് ബാങ്കുകളിലൊക്കെ അടയ്ക്കാനുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദൃഢമായ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലെടുക്കുക. ഇന്നു മുതൽ ഞാൻ എൻ്റെ ഈ സമ്പത്തിന് അല്ലെങ്കിൽ ഈ പണത്തിന് ഞാനൊരു അടിസ്ഥാന രേഖ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടുന്നത് 100 രൂപയാണ് എന്ന് വിചാരിക്കുക. ശമ്പളം ആയിക്കോട്ടെ, ബിസിനസ്സും ആയിക്കോട്ടെ. ഈ കിട്ടുന്ന 100 രൂപയിൽ നിന്ന് ഇപ്പുറത്ത് നമുക്ക് ഒരുപാട് ലയബിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലയബിലിറ്റി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ലയബിലിറ്റിയിൽ നിന്നുകൊണ്ട് കിട്ടുന്ന 100 രൂപയിൽ നിന്ന് നമ്മൾ ഒരു 98 രൂപ നമ്മുടെ എല്ലാ ചിലവുകൾക്കുമായിട്ട് മാറ്റി വയ്ക്കും എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക. കാരണം 98 രൂപ ചിലവായ, 100 രൂപ കിട്ടുന്ന ആൾ 110 രൂപയാണ് ചിലവാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ പണം നിലനിൽക്കാത്തത്. 10 രൂപയും കൂടെ നമ്മൾ പുറത്തുനിന്ന് കടം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ചെയ്യേണ്ടത്, 100 രൂപയാണ് നമുക്കുള്ള വരുമാനം ഈ മാസം എങ്കിൽ ഇതിൽ നിന്ന് ഞാൻ 98 രൂപയെ ചിലവാക്കുള്ളൂ. അപ്പോൾ ബാക്കി 10 രൂപയ്ക്ക് എവിടെ പോകും എന്ന് ചോദിച്ചാൽ, ഈ മാസം നമ്മൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുക. അടുത്ത മാസം തൊട്ട് നിർബന്ധമായിട്ട് നമ്മൾ ആ ശീലം മാറ്റുക. അപ്പോൾ ഈ 98 രൂപ എടുത്തിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന കാര്യം, ബാങ്ക് ലോണ്, കുട്ടികളുടെ പഠനം, അത് ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ബാക്കി 98 തീർന്നു കഴിഞ്ഞു. ഈ 2 രൂപയുണ്ടല്ലോ, ഈ 2 രൂപയെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സേവിങ്സോ ATM കാർഡോ അല്ലെങ്കിൽ ചെക്ക് ബുക്കോ അങ്ങനെ ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു സേവിങ്സിൽ, അതായത് നമ്മൾ ഏതെങ്കിലും വല്ല പോസ്റ്റ് ഓഫീസ് റെക്കറിങ്ങോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെക്ക് ബുക്കും ഇല്ല അക്കൗണ്ടും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിട്ടിയാണെങ്കിൽ ചിട്ടിയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 രൂപ കൊണ്ടിട്ട് അതിൽ നിക്ഷേപിക്കുക. ഒരു ചിട്ടി കൂടിക്കഴിഞ്ഞാൽ ചിട്ടി വട്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ചിട്ടി വിളിക്കുമ്പോൾ നമ്മൾ ആ പണം ചിലവാക്കും. അപ്പോൾ സേവിങ്സ് ഇതൊന്നും ഇല്ലാത്ത അതിൽ കൊണ്ടിട്ട് ആ 2 രൂപ നിക്ഷേപിക്കുക. ഇങ്ങനെ ഈ 2 രൂപ നിക്ഷേപിച്ച് കഴിയുമ്പോൾ, കുറേ കാലം കഴിയുമ്പോൾ ഈ 2
2 രൂപ എന്ന് പറയുന്നത് വലിയൊരു മഹാ സംഭവമായിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഗുരുക്കന്മാർ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ചെക്ക് ബുക്കും ATM കാർഡും വിഡ്രോ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടായിരിക്കണം നമ്മൾ ഈ പണം ഇടേണ്ടത്. ഈ 2 രൂപ, ആ 2 രൂപ അവിടെ കിടന്ന് എല്ലാ മാസവും വർദ്ധിച്ച് എന്താണ് വലിയൊരു തുകയാവുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മഹാ സംഭവം പോലെ ആയിക്കഴിയുന്ന സമയത്ത് നിങ്ങൾക്കതൊരു ആശ്വാസമായിരിക്കും. അത് അങ്ങനെ ഒരു വശം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബുക്കും ഒരു പേനയും എടുത്തിട്ട് അത് ചുവന്ന മഷിയോ അല്ലെങ്കിൽ ഓറഞ്ച് കളറുള്ള പെന്നോ അങ്ങനെ ഏതെങ്കിലും പറയുന്നുണ്ട്, ഒരു കളർ സെറ്റ് പെന്നും കുറച്ച് പേപ്പറുകളുണ്ടെങ്കിൽ നമ്മുടെ തലവര മാറ്റാം എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് ഒരു കളറുള്ള റെഡോ അല്ലെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കളറുള്ള പെന്ന്, റെഡ് ആണെങ്കിൽ നല്ലത്, ഇനി ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു പേന എടുത്തിട്ട് എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് നിങ്ങൾ എഴുതുക, എൻ്റെ കയ്യിൽ പണം നിലനിന്നതിന് നന്ദി നന്ദി നന്ദി, എൻ്റെ ബാങ്ക് ബാലൻസ് നിരന്തരം വർദ്ധിച്ചതിന് നന്ദി നന്ദി നന്ദി. എൻ്റെ ബാങ്കിൽ ഒരു പൈസ ഇല്ല കേട്ടോ, പക്ഷെ നമ്മളിവിടെ എഴുതുന്ന എന്താ, എൻ്റെ ബാങ്ക് ബാലൻസ് നിരന്തരം ദിവസം തോറും വർദ്ധിച്ചതിന് നന്ദി നന്ദി നന്ദി. അവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു. ഇനി ഒപ്പം തന്നെ എഴുതുകയാണ്, എൻ്റെ കയ്യിൽ പണം നിലനിന്നതിന് നന്ദി നന്ദി നന്ദി. അപ്പം നമ്മുടെ കയ്യിൽ വന്ന പണം 98 രൂപയും ചിലവാക്കി കഴിഞ്ഞ് ബാക്കി 2 രൂപയുണ്ട്. ഈ 2 രൂപ എടുക്കാതെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ കാര്യങ്ങൾ നമുക്ക് നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലിയിൽ ഈ മാറ്റങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോവുക. എൻ്റെ കയ്യിൽ പണം നിലനിന്നതിന് നന്ദി നന്ദി നന്ദി, എൻ്റെ ബാങ്ക് ബാലൻസ് നിരന്തരം വർദ്ധിച്ചതിന് നന്ദി 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 എന്ന് എഴുതുക. 21 ദിവസമോ 90 ദിവസമോ നിങ്ങൾ എഴുതുക. ഒരാളോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. പുള്ളി വലിയ കാര്യമായിട്ട് ഞാൻ കുറച്ച് അഫർമേഷൻസ് ഒക്കെ എഴുതി കൊടുത്തു. പുള്ളി ഇത് കാര്യമായിട്ട് ഈ അഫർമേഷൻസ് ഒക്കെ കൊണ്ടുപോയി കുറേ ദിവസം വീട്ടിലിരുന്ന് എഴുതി. അപ്പം അറിയാതെ ഞാനൊരു കാര്യം പറഞ്ഞു, 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരൂട്ടോ എന്ന് പറഞ്ഞു. പുള്ളി ഈ അവസാനം പറഞ്ഞ് 21 മാത്രമേ കേട്ടുള്ളൂ. അദ്ദേഹം വീട്ടിൽ പോയിട്ട് അന്ന് മുതൽ 21 ദിവസം നിരന്തരമായിട്ട് എഴുതാൻ തുടങ്ങി. ഒരുപാട് ആരോഗ്യത്തിലും സാമ്പത്തികത്തിലും അയാളുടെ സേവിങ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. 21 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വിചാരിച്ചു ഇനി തനിയെ വന്നോളൂ എന്ന് വിചാരിച്ചു അത് അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കയ്യിൽ അന്ന് വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ പുള്ളി വിചാരിച്ചു ഇത് എന്ന് നിലനിൽക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ശീലങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, 21 ദിവസം കഴിയുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല, കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ചെയ്ത കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇത്രയും ദിവസം വിടവ് വന്നതുകൊണ്ട് രാത്രിയും രാവിലെയും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞു. കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മാറ്റങ്ങൾ വന്നവർ ഇത് കേൾക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കും. മാറ്റങ്ങൾ വരാത്തവരും ഇത് ചെയ്യാത്തവരും ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കർമ്മം ചെയ്യണം എന്ന് പറയും. കർമ്മവും ചെയ്യണം. ഇവിടെ നമ്മൾ എന്താണ്, ഇതും നമ്മുടെ കർമ്മമാണ്. എഴുതുക എന്നുള്ളതും മനസ്സിനെ ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നുള്ളതും മനസ്സിനെ ദൃഢപ്പെടുത്തുക എന്നുള്ളതും കർമ്മമാണ്. അപ്പോൾ കർമ്മത്തോടൊപ്പം തന്നെ പണം നിലനിൽക്കുന്നില്ല, പണം ഒന്നിനും തികയുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായുള്ള അഫർമേഷൻസ് ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ പോലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് മുതൽക്കൂട്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പണം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഇന്ന് മുതൽ ഇപ്പം മുതൽ എൻ്റെ കയ്യിൽ പണം നിലനിന്നതിന് നന്ദി നന്ദി നന്ദി, എൻ്റെ ബാങ്ക് ബാലൻസ് നിരന്തരമായിട്ട് ദിവസം തോറും വർദ്ധിച്ചതിന് നന്ദി 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 എന്നുള്ള 2 അഫർമേഷൻസ് നിരന്തരമായിട്ട് എഴുതുക. ഒരു ചന്ദ്രമാസക്കാലമോ 3 മാസക്കാലമോ 90 ദിവസമൊക്കെ നിങ്ങളിത് എഴുതുക. നിങ്ങളുടെ കയ്യിൽ പണം നിലനിൽക്കാൻ തുടങ്ങും. ക്രെഡിറ്റ് കാർഡുകളോ മറ്റ് കാർഡുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കാർഡുകളൊക്കെ പേഴ്സിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കുക. നല്ലൊരു പേഴ്സ് വാങ്ങിക്കുക. സ്ത്രീകളായാലും പുരുഷന്മാരായാലും നല്ലൊരു റെഡ് കളർ പേഴ്സ് വാങ്ങിക്കുക. ഇനി റെഡ് കളർ കിട്ടിയില്ലെങ്കിൽ അത് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും നല്ലൊരു കളർ പേഴ്സ് വാങ്ങിക്കുക. പേഴ്സ് വാങ്ങിച്ചിട്ട് ആ പേഴ്സിൽ നിങ്ങളുടെ കയ്യിലുള്ള 10 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും ആ നോട്ട് നിവർത്തി വയ്ക്കുക. ആ നോട്ട് നിവർത്തി നല്ല ഭംഗിയായിട്ട് അതിനെ നിവർത്തി വയ്ക്കുക. മടക്കി ഓടിച്ച് പിരിച്ച് പീച്ചിക്കൂട്ടി പേഴ്സിലിടാതെ നിവർത്തി വയ്ക്കുക. ആ നോട്ട് നിവർത്തി വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ആ പേഴ്സ് തുറന്ന് ആ നോട്ടൊന്ന് എടുത്ത് നോക്കുക. എടുത്ത് നോക്കിയിട്ട് പറയാം,
താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ പണം എൻ്റെ കയ്യിൽ നിലനിന്നതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആ രാത്രി അതുപോലെ കിടക്കാൻ പോകുന്ന സമയത്ത് ആ പണം ഒന്ന് എടുത്ത് നോക്കുക, ആ നോട്ടൊന്ന് എടുത്ത് നോക്കുക, ഒന്ന് നല്ലതുപോലെ ഒന്ന് മണത്തൊക്കെ നോക്കുക. നോട്ടിനൊരു മണം ഉണ്ടല്ലോ, നല്ലതുപോലെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. എന്നിട്ടത് വീണ്ടും പേഴ്സിൽ വയ്ക്കുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ പണം ഇരട്ടിയായി നാളെ എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വരട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പണം സൂക്ഷിക്കുന്ന സേഫ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കുക പേഴ്സ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൂജാമുറിയിലോ മറ്റോ നിങ്ങൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കുക. അങ്ങനെ നിങ്ങൾ കൊണ്ടുവച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്കുക. പണം നിങ്ങളുടെ ഇരട്ടിയായി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, നിങ്ങളുടെ പണം കയ്യിൽ നിലനിൽക്കുന്നതും നിങ്ങൾക്കൊരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ എന്ത് തന്നെ അലട്ടിയാലും നിങ്ങളൊരു കാര്യം ചെയ്യുക. അതിനെല്ലാം ചെയ്യാവുന്ന മാർഗങ്ങളും വിദ്യകളും പ്രയോഗങ്ങളും ഉണ്ട്, മാന്ത്രിക വിദ്യകളും ഉണ്ട്. നിങ്ങൾ വരിക, നമുക്കത് പരീക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ പണം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു പരീക്ഷണമായിട്ടല്ല, നമ്മളെ തന്നെ വിശ്വസിച്ച് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പണം നിലനിൽക്കാൻ തുടങ്ങും.